സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് മേക്കപ്പ് അഥവാ ചമയം. ചമയ കലയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഈ രംഗത്ത് ദീർഘകാല പരിചയമുള്ള ശ്രീ പി മണിയാണ്. ഒരുപാട് പേരെ സുന്ദരന്മാരും സുന്ദരിമാരും ആക്കി മാറ്റിയിട്ടുള്ള സുന്ദരിമാരാക്കുന്ന മാജിക് കാണിച്ചിട്ടുള്ള ഒരു മജീഷ്യൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ പി മണി. മണിയണ്ണൻ്റെ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ഞാൻ മദ്രാസിൽ വന്നു, ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് ഇവിടെ പല സിനിമകളും ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ച് 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭരത് സാറിൻ്റെ പടത്തിൽ ആദ്യമായിട്ട്. എത്ര വർഷമായിട്ടുണ്ടാവും സിനിമയിലേക്ക് കയറിയിട്ട്? സിനിമയിലേക്ക് കയറിയിട്ട് 45 കൊല്ലമായി. 45 വർഷം. എൻ്റെ പ്രായത്തേക്കാൾ കൂടുതലാണ് സിനിമയിലുള്ള എക്സ്പീരിയൻസ്. നാട് ശരിക്ക് കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് ഇവിടെ മദ്രാസിൽ വന്നിട്ട് സിനിമയിൽ വന്നിട്ട് 45 വർഷം. സിനിമകളൊക്കെ ആദ്യം മുഖം കാണിച്ചു, ചെറിയ ചെറിയ കുട്ടികളെ വേഷങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നാടോടി മുന്നേ MGRൻ്റെ സിനിമ എടുക്കുമ്പോൾ അതിലും മുഖം കാണിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ മാമൻ ഒരു ഏജൻ്റായിരുന്നു, ഈ ആളുകളെല്ലാം കൊണ്ടുപോയി. അപ്പം അങ്ങനെയുള്ള കെയർ ഓഫിൽ അന്ന് വലിയ ഫേമസ് ആയിരുന്നു. അപ്പോൾ പലരും വിളിക്കും, മുഖം കാണിക്കും, കുട്ടിപ്രായതുകൊണ്ട്. അതെ, അത് ചെറിയ ഇങ്ങനെ മുഖമെല്ലാം കാണിച്ചു. പിന്നെ നമ്മൾ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഓരോ പണികളൊക്കെ തുടങ്ങി, അങ്ങനെ ചെയ്തു. പിന്നെ അങ്ങനെ സിനിമയിൽ മേക്കപ്പ് അസിസ്റ്റൻ്റ്. അന്ന് സിനിമ മുഴുവനും മദ്രാസാണ്. ഹിന്ദി, മലയാളം, കന്നഡം ഒക്കെ അവിടെയാണ്. അപ്പോൾ അസിസ്റ്റൻ്റായിരുന്ന സമയത്ത് എല്ലാ നടന്മാരായിട്ടുള്ള കണക്ഷനുണ്ട്. അങ്ങനെ ചീഫായിട്ട് കേരളത്തിൽ പോയി. പിന്നെ നമ്മളെല്ലാം ആദ്യത്തെ പടം ഏതായിരുന്നു ചീഫായിട്ട്? ആദ്യം ഇത് ഭരത് സാറിൻ്റെ ആരവം. അതിന് മുമ്പ് നമ്മളെ തൃശ്ശൂർ രാംദാസ് ഉണ്ട്, അഡ്വക്കേറ്റ്, നിറമാല എന്നൊരു പടം, ന്യൂസ് പേപ്പർ ബോയ് എടുത്ത് അതിൻ്റെ പി രാംദാസ് അദ്ദേഹത്തിൻ്റെ നിറമാല എന്ന് പറഞ്ഞ പടമാണ് ആദ്യമായിട്ട് ഒരു ചീഫായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഭരത് സാർ പിന്നെ വിളിച്ച്. അപ്പോൾ ഭരത് സാർ എങ്ങനെയാ വെച്ചാൽ ബഹദൂർ സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് ആരവം. ഞാൻ ബഹദൂർ സാറിൻ്റെ മേക്കപ്പ് മാനായിരുന്നു, അന്ന് പേഴ്സണൽ മേക്കപ്പ് മാനായിരുന്നു. ഭരതേട്ടൻ്റെ കൂടെയുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഏറ്റവും വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലൻസ് ഉള്ളൊരു ഡയറക്ടറായിരുന്നു, നല്ലൊരു പെയിൻറ്ററായിരുന്നു. അപ്പം അതൊക്കെ മണിയണ്ണനെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട് മേക്കപ്പിൽ? ഭരത് സാർ ഒന്ന് എല്ലാ കാര്യവും പറഞ്ഞു തരും, എല്ലാം പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കും. അതാണ് വലിയൊരു ഇത്. നമ്മൾ ഓരോരോ ഷോട്ടിലും അല്ല, ഓരോരോ മേക്കപ്പിൻ്റെ കാര്യമായാലും ശരി, ആർട്ടിസ്റ്റ് പറയുന്നതല്ല, പുള്ളി പറയുന്നത് ചെയ്യണം ആർട്ടിസ്റ്റ്. അതാണ് അത്. പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, മമ്മൂട്ടി സാറായാലും ശരി, അവർ പറയുന്നത് അത് ചെയ്യണം. അത് വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ട. അല്ലാതെ ആർട്ടിസ്റ്റിന് ഒരു സ്ഥാനം കൊടുക്കില്ല പുള്ളി. അല്ലെങ്കിൽ ചാട്ടപ്പടത്തിനൊക്കെ ഷീലേനെ വേണ്ടെന്ന് പറഞ്ഞു, മേക്കപ്പ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ ബിഗ് മേക്കപ്പ് എല്ലാം വേണമെന്ന് പറഞ്ഞു, എൻ്റെ പടത്തിന് പാടില്ല എന്ന് പറഞ്ഞു. വൈശാലി ചലച്ചിത്രമാക്കുമ്പോൾ പ്രേക്ഷകർക്ക് വ്യക്തമായ ജിജ്ഞാസയുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ലോമപാതൻ, എങ്ങനെയായിരിക്കും ഋഷ്യശങ്കർ? ചമയത്തിലൂടെ ശ്രീമണി അതിന് വ്യക്തമായ ഉത്തരം നൽകി. വൈശാലിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദേഷ്യപ്പെടും, ശരിയായില്ലെങ്കിൽ ദേഷ്യപ്പെടും, ഒക്കെ ചെയ്യും. ஆனால் അതേ നേരത്ത് വളരെ പിന്നീട് പറയും നന്നായിട്ടുണ്ടെന്ന് പറയും. അത് നമുക്കപ്പോൾ വളരെ സന്തോഷം തോന്നും. ഈ വൈശാലിയിൽ ഒരുപാട് വിഗുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വിഗ് ഉണ്ടല്ലോ, മേക്കപ്പ്. മറ്റേ കുറച്ച് സാധാരണ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്ന് മേക്കപ്പ് നല്ലോണം കൂടുതലുള്ള മേക്കപ്പ് എല്ലാം ഋഷിമാരല്ലേ, ഋഷിമാരെ മേക്കപ്പാണ്. പിന്നെ എല്ലാം കാട്ടിനുള്ളിലാണ്. ഡാം ഇടുക്കി ഡാമെന്ന് പടകം മറിഞ്ഞിട്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നല്ല കാലത്തിൽ കരയിൽ വെച്ച് നൈറ്റിൽ ഷൂട്ടിങ് ചെയ്തുകൊണ്ടാണ്. വേറെ ഏതൊക്കെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. യോഷ് സാറിൻ്റെ പടം വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രിയൻ സാറിൻ്റെ പടം വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഭരതൻ സാറിൻ്റെ ആരവം എന്ന ചിത്രം മലയാള സിനിമാ രംഗത്ത് ഒരു പുതിയ ദൃശ്യാനുഭവമായിരുന്നു. നായക പരിവേഷം, ഗാനങ്ങൾ, ഇതിവൃത്തം തുടങ്ങിയ എല്ലാ മാമൂലുകളെയും ആ ചിത്രം വെല്ലുവിളിച്ചു. ഈ ചിത്രത്തിലെ ചമയവും വളരെ വ്യത്യസ്തത പുലർത്തിയിരുന്നു. ആരവം ഭരതേട്ടനായിട്ട് ആദ്യം വർക്ക് ചെയ്ത സിനിമയാണ്. അതിൽ ഈ മരുത് എന്ന് പറയുന്ന കഥാപാത്രമായിരുന്നു വേണിച്ചേട്ടൻ. അതിന്റെ മേക്കപ്പിന്റെ പ്രത്യേകത പറഞ്ഞ വിഗ് ഈ നീഗ്രോ സ്റ്റൈലിൽ ചുരുട്ടമുടി, ചെറിയ ചുരുട്ടമുടിയിട്ടുള്ള വിഗ്, താടിയൊക്കെ അങ്ങനെ സ്വന്തം താടി,
അതാണ് മറ്റേ മുടി വിഗായിരുന്നു വിക്കായിരുന്നു. ചെറിയ ഈ നീഗ്രോസ് ടൈപ്പുള്ള ചുരുട്ട മുടി. അതോടെ മദ്രാസിനായിരുന്നു. എല്ലാം മദ്രാസിനാണ് ചേച്ചി. മരുതിന്റെ മേക്കപ്പ് ആ രൂപം മുമ്പ് പുള്ളി വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരച്ചു തരും. പല്ലൊക്കെ കറുപ്പിക്കണം, അതൊക്കെ പറഞ്ഞു തരും, ഒക്കെ പറഞ്ഞു തരും. തകരാന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായ ചെല്ലപ്പനാശ്ശേരി, അദ്ദേഹത്തിന്റെ മീശയ്ക്കും കൃതാവിനും അതൊക്കെ വരച്ചു തരും. എല്ലാം വരച്ചു തരും. അങ്ങനെ ഒരു ചിലപ്പോൾ എന്തെങ്കിലും നര വേണമെങ്കിലൂടെ പുള്ളി എടുത്തിട്ട് നരയിടും. ചാമരം പടത്തിന് കാസ്റ്റ്യൂമിന് അവാർഡ് കിട്ടി. പുള്ളി കീറി കൊടുത്ത മനോജ് കെ ജയന് പുള്ളി തന്നെ കീറി കൊടുത്ത ചീത്ത പറഞ്ഞു കാസ്റ്റ്യൂം. എന്ത് ഇതൊക്കെ പറഞ്ഞ് വരച്ചതൊന്നും ശരിയായില്ല, കത്തിരി കൊണ്ടുപോകാന്ന് പറഞ്ഞു. കട്ട് ചെയ്ത് അതിന് അവാർഡ് കിട്ടി കാസ്റ്റ്യൂമർ. അതേമാതിരിയാണ് ഡയറക്ടേഴ്സാണ് മെയിൻ ചമയം സിനിമ. അപ്പോൾ മേക്കപ്പിന് അവാർഡ് കിട്ടിയാണ് അത് ഡയറക്ടർ കമൽ സാർ കറുത്ത പക്ഷി അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ കമൽ സാർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുള്ളത്. ഞാൻ മണിയെ ആദ്യം കാണുന്നത് അന്തരിച്ച നടൻ ബഹദൂറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഞാൻ സിനിമയിൽ എത്തിപ്പെട്ട് മദ്രാസിൽ ചെന്ന ഉടനെ അതെനിക്ക് തോന്നുന്നത് 1979 അപ്പോൾ ഏകദേശം 10-30 വർഷത്തെ ബന്ധമുണ്ട് മണിയെ. അന്ന് മണി ബഹദൂറിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളുടെയും, അദ്ദേഹത്തെ അഭിനയിക്കുന്ന എല്ലാ സിനിമകളുടെയും മേക്കപ്പ് മാൻ. അന്ന് ആരവെന്ന് പറയുന്ന സിനിമ ഭരതേട്ടൻ ചെയ്ത സിനിമ കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനുശേഷം ബഹദൂറിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആകുകയും അതോടൊപ്പം തന്നെ ഭരതേട്ടൻ്റെ എല്ലാ സിനിമകളുടെയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിക്കവാറും ഭരതേട്ടൻ്റെ എല്ലാ സിനിമകളുടെയും മേക്കപ്പ് മാൻ മണിയായിരുന്നു. അപ്പോൾ എനിക്ക് മണിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴൊരു സുഖം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് അദ്ദേഹം പാവമായ ഒരു മനുഷ്യനാണ്. അതാണ് ഏറ്റവും വലിയൊരു ഇതാണ്. കാരണം യാതൊരു ഇത്രയും വർഷം സിനിമയിൽ, എനിക്ക് തോന്നുന്നത് ഒരു 40-45 വർഷമായിട്ട് അദ്ദേഹം സിനിമയിലെ മേക്കപ്പ് മാനാണ്. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നടന്മാരുടെ മുഖത്ത് ചായം തേച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ പ്രശസ്തരായ ഒരുപാട് സംവിധായകരുടെ കൂടെ, ഇപ്പോൾ ഭരതേട്ടനായാലും അതുപോലുള്ള ഒരുപാട് സംവിധായകരുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഒരു പുതിയ സംവിധായകൻ അദ്ദേഹത്തെ പടത്തിന് വിളിക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ആദ്യത്തെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അങ്കലാപ്പോടെയും ഈ എന്താ പറയുക ഭയഭക്തിയോടും കൂടിയാണ് അദ്ദേഹം ഇതിനെ സമീപിക്കുന്നത്. അതിൻ്റെ ഒരു ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഒരിക്കലും അദ്ദേഹം കൂടുതൽ മേക്കപ്പ് ഇട്ടതായിട്ട് ഇപ്പോൾ ഒരു കഥാപാത്രത്തെ പറ്റി നമ്മൾ ഇതാണ് എൻ്റെ കഥാപാത്രത്തിന് വേണ്ട രൂപം, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ കഥാപാത്രത്തിന് യോജിച്ച രീതിയിൽ മേക്കപ്പ് ചെയ്ത് നമ്മളെ എന്താ പറയുക, അത് നമുക്ക് തൃപ്തിയാവുന്ന രീതിയിൽ ചെയ്യാനുള്ളൊരു രീതി അദ്ദേഹത്തിനുണ്ട്. കറുത്ത പക്ഷികൾ എന്ന് പറയുന്ന സിനിമയിൽ എനിക്കതിനൊരു എക്സാമ്പിൾ പറയാൻ കഴിയും. അതിൽ പത്മപ്രിയ നല്ല കോംപ്ലക്ഷൻ ഉള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ മേക്കപ്പ് എന്നുവെച്ചാൽ ആ ഗ്ലാമർ ഡീഗ്ലാമറൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ പല കഥാപാത്രങ്ങളുണ്ട്. അതിൽ കുട്ടികളായിട്ട് അഭിനയിച്ചവരുടെയൊക്കെ തന്നെ മമ്മൂട്ടിക്ക് പിന്നെ മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് മാൻ ഉണ്ട്. ബാക്കിയുള്ള എല്ലാവരുടെയും അതിൽ എന്താ പറയുക, അതും ഒരു ആർട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി മേക്കപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് സൗന്ദര്യം കുറയ്ക്കൽ മാത്രമല്ല, കഥാപാത്രമായി മാറ്റപ്പെടാൻ ഇവരെ ചിലപ്പോൾ ഡീഗ്ലാമറൈസ് ചെയ്യേണ്ടി വരും, അവരതിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടി വരും. ആ കാര്യത്തിലൊക്കെ തികഞ്ഞ ഒരു ബോധമുള്ള ഒരാളാണ്. അവാർഡുകൾ ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? അവാർഡ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് അഗ്നിസാക്ഷിക്ക് സാറിൻ്റെ അതിന് അവാർഡ് കിട്ടി. അതിൽ ശോഭനയുടെ പല ഘട്ടങ്ങളുണ്ടല്ലോ, വയസ്സായിട്ടൊക്കെ ചെറുപ്പുണ്ട്. അതായത് ലാസ്റ്റിൽ മാത്രം വിഗ് വെച്ചു. അതിൽ മറ്റാൾക്കും നല്ല വ്യത്യാസം. അതെ, അയാൾക്ക് ഒരുപടി ചേഞ്ചുകൾ. അയാൾ ഹിന്ദിക്കാരനാണ്. അയാൾക്ക് ഈ കൂടുതൽ ദേഹം മുഴുവനും ബോഡി ടെൻറ്റ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അതും ചൂടും വെയിലും എല്ലാം കൂടെ അങ്ങനെയൊക്കെ കുറച്ച്. രജത് കപൂർ. അതെ, രജത് കപൂർ. ഹരിഹരൻ സാറിൻ്റെ കൂടെ ഹരിഹരൻ സാറിൻ്റെ രണ്ടാമത്തെ പടം ലേഡീസ് ഹോസ്റ്റൽ. അപ്പോൾ കൊച്ചിൻ അനീബ സാർ ആദ്യം അഭിനയിക്കാൻ വരുന്നത് ആ സിനിമയിലാണ്. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഭരതൻ സാറിൻ്റെ മരിച്ച ശേഷം ആ സമയത്ത് പരിണയം 7 Heads പടത്തിൽ എം ടി സാറെ വിളിച്ച് എന്നെ പരിചയപ്പെടുത്തി. പരിണയം ഒരു പീരീഡ് വർക്ക് ചെയ്ത സിനിമയാണല്ലോ അല്ലേ? പരിണയം, അതെ പഴയ കാലത്ത് അത് നല്ല വർക്കുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു അത്. പിന്നെ അതിന് ശേഷം ഹരിഹരൻ സാറിൻ്റെ 4-5 പടത്തിൽ വർക്ക് ചെയ്തു. പഴശ്ശിരാജ വർക്ക് ചെയ്തു. പഴശ്ശിരാജ ഫസ്റ്റ് ഷെഡ്യൂൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് സുഖമില്ലാതായി, പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ ഇത്രയും കാലത്തെ ഒരു വലിയ ഒരു 10-45 വർഷത്തെ സിനിമ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? മറക്കാൻ പറ്റാത്ത നമ്മളെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ സിനിമയിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല.
ജീവിച്ച് പോയതല്ലേ വലിയ സംഭവമായിട്ടാണ് കണക്കാക്കിയത്. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് മറക്കാൻ പറ്റാത്തത് അത്രയ്ക്കേ ഉള്ളൂ. അത്രയും കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു മദ്രാസ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഇതായിരുന്നു. എന്തോ ഒരു കുഞ്ഞിന് എന്തോ ഒരു അതെ, എൻ്റെ മകൾക്ക് 5 വയസ്സുള്ളപ്പോൾ ഹാർട്ടിന് ഹോളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് അഭിമന്യു ഷൂട്ടിങ് നടക്കുമ്പോൾ ലാലേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു രാജശില്പം 7 Artsൻ്റെ അത് ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതേമാതിരി അപ്പോൾ ഞാനായിട്ട് പറഞ്ഞതല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ലാലേട്ടനെ എപ്പോഴും ചോദിക്കും മക്കളൊക്കെ സുഖമാണോ മണിയേട്ടാന്ന് ചോദിക്കും. എല്ലാവരോടും ചേട്ടാ മാമാന്നൊക്കെ വിളിക്കുകയുള്ളൂ. അപ്പോൾ മണിയേട്ടാ മക്കളൊക്കെ സുഖമാണോ ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഹാർട്ട് ഓപ്പറേഷനാണ്, അങ്ങനെ അതുണ്ട്. അതൊക്കെ ശരിയാക്കാം നമുക്ക്, അതൊന്നും അത് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് അംബാസമുദ്രത്തിൽ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ മദ്രാസിലൊന്ന് കാണണം എന്ന് പറഞ്ഞു. അത് നമ്മൾ വിചാരിച്ചു എന്തോ ഒരു സന്തോഷത്തിൽ പറഞ്ഞത് വിചാരിച്ചു. ഞാൻ ഒരു ദിവസം വെറുതെ ഡബ്ബിംഗ് തിയേറ്ററിൽ ഒരു പ്രൊഡക്ഷൻ മേഖലയിൽ കാണാൻ പോയപ്പോൾ ലാലേട്ടൻ അവിടെ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ പുറത്തേക്ക് വന്നു വേഗം. അപ്പോൾ ലാലേട്ടൻ വിചാരിച്ചു ഞാൻ ലാലേട്ടനെ കാണാൻ പോയതെന്ന് വിചാരിച്ചത്. എനിക്കെന്താ പറയേണ്ടതെന്നൊന്നും ഓർമ്മയില്ല. കാരണം അത്രയും ഒരു ഇതായി, നമ്മൾ വരാൻ പറഞ്ഞ് പോയില്ലല്ലോ. അങ്ങനെ സംസാരിച്ചു. ഞാൻ അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ലാലേട്ടനെ കാണാൻ, അല്ല ലാലേട്ടൻ ഉണ്ടോ നോക്കാൻ വന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന്. ശരി നാളേക്ക് രാവിലെ വരൂ, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് സ്കാൻ എടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു, അതൊക്കെ എടുത്തിട്ട് കൊണ്ടുവരും, ഞാൻ സുരേഷിൻ്റെ അടുത്ത് പറയാം, സുരേഷ് ബാലാജിയുടെ അടുത്ത് പറയാം. പിറ്റേന്ന് രാവിലെ വരാൻ പറഞ്ഞു. സുരേഷ് ബാലാജിയുടെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചു. പുള്ളി തിരുവനന്തപുരത്ത് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ സുരേഷ് ബാലാജി നമ്മളെ എല്ലാ കാര്യത്തിനും, നമ്മൾ വിചാരിച്ചു ഇവരൊക്കെ വലിയ പൈസക്കാരാണ്, വളരെ ഇതായിരിക്കുന്നു വിചാരിച്ചു. ആണ് ഇത്രയും നല്ല മനുഷ്യന്മാരെ കാണാൻ നോക്കില്ല. പിന്നെ നമ്മളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, ഓപ്പറേഷൻ കാര്യങ്ങൾ എല്ലാ മുഴുവൻ പൈസയും അവർ തന്നു, ഓപ്പറേഷൻ്റെ എല്ലാ പൈസയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം അതാണ്. കുടുംബത്തെക്കുറിച്ച് എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി. എവിടുത്തെ കാര്യമാണ്? കോഴിക്കോടാണ്. എൻ്റെ മകൻ PhD കഴിഞ്ഞു SRM കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. മോള് ശങ്കരനേത്രയിൽ സയൻറ്റിസ്റ്റ് MSc കഴിഞ്ഞ് സീനിയർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്, ജോലിയുണ്ട് അവിടെ തന്നെ. അങ്ങനെ എന്തോ നമ്മൾ വിചാരിക്കാത്ത നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ എല്ലാ കാര്യങ്ങളും നന്നായി. ഏതായാലും നന്മയുള്ള ആളുകൾക്ക് നന്മ ഉണ്ടാവട്ടെ, നന്മയില്ലാത്ത ആളുകൾ നന്മയിലേക്ക് വരട്ടെ, നല്ല ജീവിതം ഉണ്ടാവട്ടെ.